ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ലോകത്തിലെ ഏറ്റവും മികച്ച വിസ്കി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സ്കോച്ച് അല്ലെങ്കിൽ ഐറിഷ് വിസ്കികളുടെയൊക്കെ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു ചരിത്രം ഇനി ഉണ്ടാവില്ല. ഹരിയാനയിലെ ഇൻട്രി ഗ്രാമത്തിൽ നിന്ന് വന്ന കേവലം 3 വർഷം മാത്രം പ്രായമുള്ള ഇൻട്രി സിംഗിൾ മാൾട്ട് എന്ന വിസ്കി ഇന്ന് ലോകത്തിലെ തന്നെ അതികായന്മാരെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നതുമായിട്ടുള്ള ഇന്ത്യൻ സിംഗിൾ മാൾട്ടായി മാറിയ കഥയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. ഒരു ഇന്ത്യൻ വിസ്കിക്ക് ഇത്രയും വലിയ വിജയം നേടുവാൻ എങ്ങനെയാണ് സാധിച്ചത്? ആ വിജയം നേടുന്നതിനുള്ള അതിൻ്റെ നിർമ്മാണ രഹസ്യം എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദിസ് ഈസ് മൈ സയൻസ് ഗാരേജ്. പല നൂറ്റാണ്ടുകളായി ഈ വിസ്കിയുടെ ലോകം ചില പരമ്പരാഗത രാജാക്കന്മാരുടെ മാത്രം കുത്തകയായിരുന്നു. കൃത്യമായ നിയമങ്ങൾ, തലമുറകളായി കൈമാറി വന്നിട്ടുള്ള രഹസ്യ പാചകക്കുറിപ്പുകൾ, പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാരലുകളുടെ സുരക്ഷിതത്വം, ഇവയെല്ലാമായിരുന്നു അവയുടെ സിംഹാസനം. വിസ്കി എന്നാൽ പഴമയുടെ ഗാംഭീര്യമൊക്കെയാണെന്നും പുതിയ ബ്രാൻഡുകൾക്ക് ഇവിടെ യാതൊരു ഇടവുമില്ലെന്നും വിപണി വിധി എഴുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇൻട്രി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പാരമ്പര്യത്തിൻ്റെ ചങ്ങലകളൊക്കെ ഭേദിച്ചുകൊണ്ട് രംഗം പ്രവേശനം ചെയ്യുന്ന ഒരു കാഴ്ച. കേവലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോക വിസ്കി ഭൂപടത്തിൽ സ്വന്തമായ ഒരിടം നേടിക്കൊണ്ട് വർഷങ്ങളുടെ തന്നെ പാരമ്പര്യമുള്ള വമ്പന്മാരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ പുതിയൊരു താരം കാലപ്പഴക്കത്തെയും അനുഭവ സമ്പത്തിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വിസ്കി പ്രേമികളുടെ മനസ്സിൽ വലിയ ഇടം നേടിയത്? പാരമ്പര്യത്തിൻ്റെ ഭാരമില്ലാതെ പുതിയ കാലത്തിൻ്റെ രുചിഭേദങ്ങളെ എങ്ങനെയാണ് ഇൻട്രി എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് കൃത്യമായി തിരിച്ചറിഞ്ഞത്? വിസ്കി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നതിനും മറ്റ് ബ്രാൻഡുകളോടൊക്കെ മത്സരിച്ച് മുന്നേറുന്നത് തീർത്തും വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രക്രിയയാണ് എന്ന് ആദ്യമേ പറയട്ടെ. സാങ്കേതികപരമായിട്ടുള്ള വെല്ലുവിളികൾ മുതൽ സാമ്പത്തികമായ, നിയമപരമായിട്ടുള്ള സങ്കീർണതകൾ വരെ ഇതിൽ ഉൾപ്പെടാറുണ്ട്. എന്തായിരുന്നു ഇവരുടെ ബിസിനസ് തന്ത്രമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ബിസിനസ് തന്ത്രം നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടത് വളരെ പ്രസക്തമാണ്. വീഡിയോ തുടങ്ങും മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു പ്രത്യേക അപേക്ഷ. ഇതൊരു കേസ് സ്റ്റഡി എന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ബിസിനസ് പാഠങ്ങൾ മാത്രം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ്. ഇതൊരിക്കലും മദ്യം ഉപയോഗിക്കുന്നതിനോ അതിനെ അനുകൂലിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വച്ചേക്കുക. ആൽക്കഹോൾ ഈസ് ഓൾവേസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. വിപണിയിൽ 1000, 1500 രൂപയ്ക്ക് മുടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ വിസ്കികൾ സുലഭമായി ലഭിക്കാറുണ്ട്. അപ്പോൾ ജാക്ക് ഡാനിയൽ പോലെയുള്ള വിസ്കികളാണെങ്കിൽ 8000 മുതൽ 15,000 രൂപ വരെയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. ഇന്ത്യൻ വിസ്കിയും ഫോറിൻ വിസ്കിയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടാൻ സാധ്യതയുണ്ട്. എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്? യഥാർത്ഥ വിസ്കി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ബാർലി, കോണ് അല്ലെങ്കിൽ വീറ്റ് പോലെയുള്ള വസ്തുക്കളിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. വിസ്കി നിർമ്മാണം സാധാരണയായി 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് മാൾട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ധാന്യത്തിൽ സ്വാഭാവികമായിട്ട് അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ചിനെ പുളിപ്പിക്കാൻ കഴിയുന്ന ഷുഗറിനെ മാറ്റാൻ സഹായിക്കുന്ന അമിലേസ് പോലെയുള്ള എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ബാർലി, ഗോതമ്പ് അല്ലെങ്കിൽ കോണ് ഇങ്ങനെയുള്ളവയൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ച് ആ ധാന്യത്തെ മുളപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കാറുണ്ട്. ഏകദേശം 5 മുതൽ 7 ദിവസം വരെ ഈ ധാന്യങ്ങൾ നിലത്ത് പരത്തിയോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മുകളിലോ ഒക്കെ വെച്ച് മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണുള്ളത്. ഈ സമയത്ത് അന്നജത്തെ പഞ്ചസാരയാക്കി മാറ്റുന്ന എൻസൈമുകൾ ധാന്യത്തിൽ രൂപപ്പെടാറുണ്ട്. ആവശ്യത്തിന് എൻസൈമുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കഴിയുന്ന ഒരു സിറ്റുവേഷനിൽ മുളയ്ക്കൽ നിർത്താനായി ചൂടുള്ള വായു ഉപയോഗിച്ച് ഇവയെ ഉണക്കുന്ന ഒരു പ്രക്രിയ നടക്കും. ഈ പ്രക്രിയ നമ്മൾ കിൽനിങ് എന്നൊക്കെയാണ് സാധാരണ വിളിക്കാറുള്ളത്. സ്കോച്ച് വിസ്കി നിർമ്മാണത്തിൽ പുകയിലയിൽ ഉണക്കുന്ന ഒരു പ്രക്രിയ അത് വിസ്കിക്ക് പ്രത്യേക തരത്തിലുള്ളൊരു മണമൊക്കെ നൽകാറുണ്ട്.
കോണും ഗോതമ്പും ഒക്കെ സാധാരണ അൺമാൾട്ടഡ് രൂപത്തിൽ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുകൂടി കാണാൻ സാധിക്കും. എന്നാൽ സിംഗിൾ മാൾട്ട് വിസ്കിക്ക് മാൾട്ടഡ് ബാർലി അത്യന്താപേക്ഷിതമാണ് എന്നും മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് മാഷിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. മാൾട്ട് ചെയ്ത ധാന്യം പൊടിച്ച് അതിലെ അന്നജം പൂർണ്ണമായും ലയിക്കുന്ന പഞ്ചസാരയൊക്കെ ആക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണിതെന്ന് മനസ്സിലാക്കാം. ഉണക്കിയ മാൾട്ട് ചെയ്ത ധാന്യം ഗ്രിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യേക തരിതരികളായിട്ടൊക്കെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രിസ്റ്റ് വലിയ മാഷ് ടൺ എന്ന് പറയുന്ന വലിയൊരു പാത്രത്തിൽ ചൂടുവെള്ളവുമായി ഏകദേശം 60-65 ഡിഗ്രി സെൽഷ്യസിലൊക്കെ പല തവണയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഈ ഒരു താപനിലയിൽ എൻസൈമുകൾ വളരെ സജീവമായി അവശേഷിക്കുന്ന എല്ലാ അന്നജത്തെയും ഷുഗറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷുഗർ ലയിച്ചു ചേർന്ന ഈ മധുരമുള്ള ദ്രാവകമാണ് നമ്മൾ വെർട്ട് എന്ന് പറയുന്നത്. ഈ വെർട്ട് വേർതിരിച്ചെടുക്കുകയും അവശേഷിക്കുന്ന ധാന്യത്തിൻ്റെ ചണ്ടിയൊക്കെ നമ്മൾ നീക്കം ചെയ്ത് കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫെർമെൻറ്റേഷനാണ്. ഈ വട്ടിലെ പഞ്ചസാരയെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തണുപ്പിച്ച വെർട്ട് വലിയ വാഷ് ബാക്ക് ടാങ്കുകളിലേക്ക് മാറ്റും. അതിനുശേഷം അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫലമായി ആൽക്കഹോളും ഈ കാർബൺ ഡൈ ഓക്സൈഡും ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ഈ പ്രോസസ്സിൽ മെയിനായിട്ട് നടക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഏകദേശം 48 മുതൽ 72 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. പുളിപ്പിച്ച ശേഷം ലഭിക്കുന്ന 83% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ദ്രാവകത്തെ നമ്മൾ വാഷ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. ഇത് വെറും ഡിസ്റ്റിലേറ്റഡ് ബിയർ പോലെയാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു പ്രൈമറി സ്റ്റേജാണ്. അടുത്ത ഘട്ടം ഡിസ്റ്റിലേഷൻ തന്നെയാണ്. അതായത് ഈ വാഷിലെ ആൽക്കഹോൾ വേർതിരിച്ചെടുത്ത് അതിൻ്റെ അളവ് പിന്നീട് വർദ്ധിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത്. സ്കോട്ട്ലൻഡിലും അതേപോലെ അയർലൻഡിലും ഒക്കെയുള്ള പരമ്പരാഗത രീതിയായിട്ടുള്ള ഒരു പോട്ട് സ്റ്റിൽ മെത്തേഡുണ്ട്. ഈ രീതി വഴി ചെമ്പ് കൊണ്ടുള്ള വലിയ പാത്രത്തിലാണ് ഇത് വാറ്റുന്നതെന്ന് കാണാം. സാധാരണയായി 2 തവണയോ ചിലപ്പോൾ വേണമെങ്കിൽ 3 തവണയോ ഒക്കെ ഇത് വാറ്റിയെടുക്കാറുണ്ട്. ആദ്യ തവണ വാഷ് ചൂടാകുമ്പോൾ ഈ ആൽക്കഹോൾ നീരാവിയായിട്ട് ഉയരുകയും അതേപോലെ തണുപ്പിക്കുമ്പോൾ ലോ വൈനായിട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ ഏകദേശം 20 മുതൽ 25% വരെ ആൽക്കഹോളാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ തവണ ലോ വൈൻ വീണ്ടും വാറ്റിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ അമേരിക്കൻ വിസ്കികൾക്കും ഭൂരിഭാഗം വരുന്ന ഗ്രെയിൻ വിസ്കികൾക്കും തുടർച്ചയായി വാറ്റിയെടുക്കാൻ കഴിയുന്ന കോൺസ്റ്റില്ലുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു പ്രോസസ്സിൽ. ഇതിലൂടെ ഉയർന്ന തരത്തിലുള്ള ആൽക്കഹോൾ ഡെൻസിറ്റിയാണ് ലഭിക്കുന്നത്. ഈ വാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ ഭാഗം വളരെ വിഷാംശമുള്ളതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഗുണനിലവാരം കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ ഈ ആദ്യവും അവസാനമുള്ള യൂസ്ഫുൾ അല്ലാത്തതിനെ നീക്കം ചെയ്ത് മിഡിലിലുള്ള ഏറ്റവും മികച്ച ഹാർട്ട് മാത്രമാണ് വിസ്കിക്കായിട്ട് എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ഘട്ടമായിട്ടുള്ള മെച്ചുറേഷൻ പ്രോസസ്സിൽ മരം കൊണ്ടുള്ള ബാരലുകളിലൊക്കെ ഇത് സൂക്ഷിച്ച് ഈ വിസ്കിക്ക് അതിൻ്റെ നിറവും രുചിയും സ്വാഭാവികതയൊക്കെ നൽകുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ്. പ്രധാനമായും ഓക്ക് മരത്തിൽ നിർമ്മിച്ച ബാരലുകളാണ് ഈ പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. US ബേർബൺ നിയമമുണ്ട്. അതനുസരിച്ച് പുതിയതും കരിയിച്ചതുമായിട്ടുള്ള ഓക്ക് ബാരലുകൾ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ സ്കോച്ച് വിസ്കിക്ക് ഉപയോഗിച്ച ബേർബൺ ബാരലുകളോ അല്ലെങ്കിൽ ഈ ഷെറി ബാരലുകളോ ഒക്കെയാണ് ഈ ഒരു പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. വിസ്കിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കറക്റ്റ് ഇമ്പാക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 വർഷമെങ്കിലും ഈ ബാരലിൽ സൂക്ഷിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് സ്കോച്ച് റൂള്. ബേർബണിൻ്റെ കാര്യത്തിൽ ഇത് കുറഞ്ഞതൊരു 2 വർഷം സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബാരലിലെ പഞ്ചസാരയും വാനിലിൻ എന്ന് പറയുന്ന ഒരു സംയുക്തമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംയുക്തങ്ങളും ഈ വിസ്കിയിലേക്ക് ലയിക്കാറുണ്ട്. ഓക്സിജൻ വിസ്കിയിലേക്ക് കടക്കുകയും കടുപ്പമുള്ള രുചികളെ അത് കുറച്ചുകൂടെ മൃദുവാക്കിയെടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് വിസ്കിക്ക് അതിൻ്റെ സുവർണ്ണ നിറം, ഒരു ഗോൾഡൻ കളർ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. വർഷങ്ങളോളം ഈ ബാരലിലൊക്കെ സൂക്ഷിക്കുമ്പോൾ വിസ്കിയുടെ ഒരു ഭാഗം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രോസസ്സുണ്ട്. ഇതിനെ ഏഞ്ചൽ ഷെയർ എന്നൊക്കെയാണ് ഓമന പേരിട്ട് വിളിക്കാറുള്ളത്. ഇനി അവസാനത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ബോട്ടിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ പല ബാരലുകളിൽ നിന്നുള്ള വിസ്കികളൊക്കെ ഒരു പ്രത്യേക രുചി നിലനിർത്താൻ വേണ്ടി കൂട്ടിക്കലർത്തുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ചില വിസ്കികൾ ചിൽഡ് ഫിൽട്ടറിങ്ങിന് വിധേയമൊക്കെ ആക്കാറുണ്ട്. വിസ്കിയിൽ വെള്ളം ചേർത്ത് അതിൻ്റെ ആൽക്കഹോളിൻ്റെ അളവ് ഏകദേശം 40% ABV ആയി ക്രമീകരിച്ച് കുപ്പികളിൽ നിറയ്ക്കുന്നു. അതായത്
ഈ വിസ്കിയുടെ ഫൈനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏത് ധാന്യം ഉപയോഗിച്ചു, അത് എത്ര തവണ വാറ്റിയെടുത്തു, എത്ര കാലം ഏത് തരത്തിലുള്ള ബാരലിൽ അത് സൂക്ഷിച്ചു, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത് എത്ര കഠിനമായതും അതേപോലെ എത്ര വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു വ്യവസായമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മെച്യൂർ ആവുന്നതിന് ആവശ്യമായിട്ടുള്ള സമയദൈർഘ്യവും അതിൻ്റെ ഗുണനിലവാരവും ഈ ഗുണനിലവാരം സ്ഥിരമായി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വൈദഗ്ധ്യവും സാങ്കേതികപരമായിട്ടുള്ള ഒരു സങ്കീർണതയും ഇന്ത്യയിലേക്ക് അവസ്ഥ പരിഗണിക്കുമ്പോഴുള്ള നിയമപരമായിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ പാരിസ്ഥിതികവും വിതരണപരവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വെല്ലുവിളികളെല്ലാം ഈ മേഖലയിലേക്ക് കയറും മുമ്പ് നമ്മൾ അതീവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ഈ വിസ്കി വ്യവസായം ഒരു ദീർഘകാല നിക്ഷേപമാണ് എന്ന് പറയാം. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മറ്റേതൊരു വ്യവസായത്തെക്കാളും ഈ ഒരു വിസ്കി ഇൻഡസ്ട്രിയെ വളരെ കഠിനകരമായിട്ടുള്ളൊരു ബിസിനസ്സാക്കി മാറ്റുന്നു എന്നതാണ് ഇതിൻ്റെ വസ്തുത. ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യം ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള വിസ്കി നിർമ്മാണ രീതിയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ജാഗറി അതായത് ശർക്കര അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ വിസ്കി നിർമ്മിക്കാറുള്ളത്. അപ്പോൾ ഈ ശർക്കര അടിസ്ഥാനമാക്കിയുള്ള മദ്യനിർമ്മാണം സാങ്കേതികപരമായിട്ട് റം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം റം ഉണ്ടാക്കുന്നത് തന്നെ കരിമ്പിൻ നീരിൽ നിന്നോ അല്ലെങ്കിൽ ശർക്കരയുടെ നിന്നൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിലും ഇന്ത്യയിൽ ചില മദ്യനിർമ്മാതാക്കൾ ഈ ശർക്കര അല്ലെങ്കിൽ ഈ മൊളാസസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തെ അവരുടെ വിപണന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിസ്കി എന്ന് പറയുന്ന ഒരു ലേബലിൽ തന്നെയാണ് വിറ്റഴിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സാധാരണ ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിസ്കി നിർമ്മാണ ഘട്ടത്തിലെ ആദ്യത്തെ ഒരു ഘട്ടവുമായിട്ടൊക്കെ ചെറിയ സിമിലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ വിസ്കിയിലൊക്കെ ധാന്യത്തിലെ അന്നജത്തെ പഞ്ചസാരയാക്കി മാറ്റുന്ന മാൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ നെസസറി ആണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഉപയോഗിക്കുന്ന ശർക്കരയിൽ ഓൾറെഡി പഞ്ചസാര ഉള്ളതുകൊണ്ട് ഈ മാൾട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അവിടെ ആവശ്യം വരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഈ ഉപയോഗിക്കുന്ന ശർക്കര അല്ലെങ്കിൽ കരിമ്പിൻ മൊളാസസ് ശുദ്ധജലത്തിൽ ലയിപ്പിച്ചെടുക്കുന്നു. ഈ ലായനി മദ്യം പുളിപ്പിക്കുന്നതിനാവശ്യമായ പഞ്ചസാരയുടെ ഉറവിടമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ അളവിലേക്ക് അതിനകത്ത് വെള്ളം ചേർത്തുകൊണ്ട് ഈ ലായനിയുടെ പഞ്ചസാര സാന്ദ്രതയും താപനിലയും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന പ്രക്രിയകളെല്ലാം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ സമാനമായിട്ടുള്ള പ്രോസസ്സുകൾ തന്നെയാണ് നടക്കുന്നത്. മെച്ചുറേഷൻ പ്രോസസ്സിൽ ഇന്ത്യൻ നിയമങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന വിസ്കികൾക്ക് പ്രത്യേകിച്ചൊരു മെച്ചുറേഷൻ പീരീഡ് ഒന്നും നിർബന്ധമല്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഓക്ക് ബാരലുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. ഇന്ത്യയിലെ ചൂടുള്ള കാലാവസ്ഥ കാരണം ഈ ഒരു മെച്ചുറേഷൻ പ്രോസസ്സ് നമ്മൾ യൂറോപ്പിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. കുറഞ്ഞ കാലയളവിൽ വിസ്കിക്ക് കൂടുതൽ പക്വത ഇന്ത്യയിൽ ലഭിക്കുന്നതിനുള്ള കാരണം ഇതാണ്. ഈ ശർക്കര സ്പിരിറ്റ് രുചിയിലൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ വിസ്കിയുടെ സാധാരണ രുചി നൽകുന്നതിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിലൊക്കെ വിസ്കി എസൻസുകളും അതേപോലെ കളറിംഗ് ഏജന്റുകളും ഒക്കെ ചേർക്കാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. തുടർന്ന് ആവശ്യത്തിന് അതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് ആൽക്കഹോളിൻ്റെ അളവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40% ABV ആയി ക്രമീകരിച്ച് കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഇന്ത്യയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വിസ്കി എന്ന പേരിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മദ്യം ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ നിർമ്മിക്കാൻ പറ്റുന്നതും നിർമ്മാണത്തിലെ പ്രയാസം വളരെ കഠിനമായതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വിദേശ വിസ്കികളൊക്കെ ഒരു 15,000 രൂപ റേഞ്ചിൽ വരുന്നതും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയാണ് ഇൻട്രി ഒരു മികച്ച മുന്നേറ്റം നടത്തുന്നതെന്ന് കാണാം. അവരുടെ ബിസിനസ് തന്ത്രം എന്താണ് എന്നാണ് ഞാൻ ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാനായിട്ട് പോകുന്നത്. ഇൻട്രി വിസ്കി ഉഷ്ണമേഖലാ കാലാവസ്ഥയിലെ ഗുണങ്ങളെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നൊരു കാരണത്താലാണ് ആഗോളതലത്തിൽ ഈ ഒരു ഇൻട്രി വിസ്കി വളരെയധികം ശ്രദ്ധേയമായ വിജയം നേടിയതെന്ന് മനസ്സിലാക്കാം. മറ്റ് പരമ്പരാഗതമായ വിസ്കികളിൽ നിന്ന് ഈ ഇൻട്രിയെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഒരു ട്രോപ്പിക്കൽ ഏജിംഗ് അഡ്വാൻറ്റേജ് തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടതാണ്.
അതിനാൽ തന്നെ ഇതിന്റെ റൈവൽസിന് ഈ രീതിയിൽ അതുമായി മത്സരിക്കുക എന്ന് പറയുന്നത് തീർത്തും ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. പ്രീമിയം വിസ്കി ബോട്ടിലുകളിൽ രേഖപ്പെടുത്താറുള്ള ഏജിംഗ് സ്റ്റേറ്റ്മെന്റ് അഥവാ ഈ വിസ്കികളുടെയൊക്കെ ഒരു പഴക്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നൽകുന്നത്. ഇത് വിസ്കിയുടെ ഗുണനിലവാരം, അതിൻ്റെ വില, അതിൻ്റെ രുചി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫോറിൻ കൺട്രീസിലെ റൂളുകളൊക്കെ അനുസരിച്ച് ഈ സ്കോച്ച് വിസ്കി ബാരലിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ കാലയളവായി പറയുന്നത് ആ ഒരു നിയമത്തിൽ പറയുന്നത് 3 വർഷവും 1 ദിവസവുമാണ് എന്ന് മനസ്സിലാക്കാം. ഐറിഷ് വിസ്കിക്ക് കുറഞ്ഞത് 3 വർഷവും, ബേർബൺ വിസ്കിക്ക് നിയമപരമായിട്ട് അങ്ങനെ ഒരു കാലയളവ് ഇല്ല എന്ന് കൂടി ഈ ഒരു നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ബോട്ടിലിൽ അതായത് ഒരു 12 വർഷം എന്നൊക്കെ രേഖപ്പെടുത്തിയത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കുപ്പിയിലെ മിശ്രണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്പിരിറ്റുകളും കുറഞ്ഞത് 12 വർഷത്തെ ബാരൽ ഏജിംഗ് ലഭിച്ചിരിക്കണം എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാവേണ്ട കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കല്ലൻ വിസ്കിയിൽ ഒരു 12 വർഷമെന്നും ഗ്ലെൻഫീൽഡിൽ 15 വർഷമെന്നും ജാക്ക് ഡാനിയൽസിൽ 10 വർഷമെന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുകയാണെങ്കിൽ അത്രയും വർഷം അത് ബാരലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്നാണ് അതിൻ്റെ അർത്ഥം. വിസ്കി ഏജിംഗ് പ്രോസസ്സ് വിസ്കിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും നിർണായകരമായിട്ടുള്ളൊരു ഘട്ടമാണ് എന്ന് ഞാൻ ആദ്യമേ ഓൾറെഡി സൂചിപ്പിച്ചതാണ്. ഈ ബാരലിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ വളരെയധികം കോംപ്ലിക്കേഷനും എന്നാൽ അതേപോലെ മനോഹരവുമാണ്. വിസ്കിയെ അതിൻ്റെ ന്യൂ സ്പിരിറ്റ് അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു പാനീയമാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണത്. ബാരലിൽ വിസ്കി ഒഴിക്കുമ്പോൾ അത് ആ ഓക്ക് മരവുമായിട്ട് ഒരു കോണ്ടാക്റ്റിലാവുകയാണ് ചെയ്യുന്നത്. ഉയർന്ന ആൽക്കഹോൾ ഡെൻസിറ്റി ഉള്ള സ്പിരിറ്റ് ബാരലിൻ്റെ മരത്തിൻ്റെ ദ്വാരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അതിലെ വാനിലിൻ, അതേപോലെ ലാക്ടോണുകൾ, ടാനിൻസ് തുടങ്ങിയ ഘടകങ്ങളെയെല്ലാം ലയിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പിന്നീട് അത് പോകുന്നതെന്ന് കാണാം. മാത്രമല്ല സബ്ട്രാക്ഷൻ പ്രക്രിയയിലൂടെ വിസ്കിയുടെ കടുപ്പമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സൾഫർ കോമ്പോണൻറ്റുകളുണ്ട്. അപ്പോൾ ഈ സൾഫർ സംയുക്തങ്ങൾ ഈ ഘടകങ്ങളെയൊക്കെ ഇത് മരം നീക്കം ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സിൽ. ബാരലിൻ്റെ ഉൾഭാഗം കരിയിച്ചെടുക്കുന്നത് തന്നെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാം. കരിഞ്ഞ മരം ഒരു കാർബൺ ഫിൽട്ടർ പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ കടുപ്പമേറിയ ഫ്ലേവറുകളെ വലിച്ചെടുക്കുകയും സ്പിരിറ്റിനെ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഓക്സിഡേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇതിലൂടെ വിസ്കിയുടെ സ്മൂത്ത്നെസ്സും അതേപോലെ കോംപ്ലക്സിറ്റിയും ഒക്കെ കൂട്ടാറുണ്ട്. ഇൻട്രാക്ഷൻ പ്രക്രിയ നടക്കുന്നു. അതിലൂടെ വിസ്കിക്ക് കൂടുതൽ തീവ്രതയൊക്കെ ഉണ്ടായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ സ്കോട്ടിഷ് വിസ്കികളുടെ നിർമ്മാണ പ്രക്രിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് മെയിനായിട്ട് നോട്ട് ചെയ്തത്. സ്കോട്ടിഷിലെ തണുത്ത കാലാവസ്ഥയിൽ ഒരു ഓക്കുമരം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് വളരെ പതിയെയാണ് എന്നവർ മനസ്സിലാക്കി. അതിനാൽ തന്നെ സ്പിരിറ്റ് ബാരലിൻ്റെ മരത്തിലെ ആ ദ്വാരങ്ങളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് വളരെ വേഗം കുറഞ്ഞ രീതിയിലാണ് എന്ന് അവർ മനസ്സിലാക്കി. ഇത് 10 മുതൽ 12 വർഷം വരെ എടുത്താണ് വിസ്കിക്ക് ആ ഒരു മെച്യൂരിറ്റി നൽകുന്നത് എന്ന് കൂടി കാണാം. എന്നാൽ ഹരിയാനയിലെ ഇൻട്രി എന്ന സ്ഥലത്ത് കടുത്ത ചൂടിൽ ബാരലിനുള്ളിലെ സ്പിരിറ്റ് വികസിക്കുകയും മരത്തിൻ്റെ സുഷിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യാറുണ്ട്. തണുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മരം സങ്കോചിക്കുകയും സ്പിരിറ്റ് തിരികെ ബാരലിനുള്ളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. അതായത് സ്കോട്ട്ലൻഡിൽ 1 വർഷം കൊണ്ട് നടക്കുന്ന ഈ ഒരു ഏജിംഗ് പ്രോസസ്സ് ഇന്ത്യയിൽ നമ്മുടെ ഇൻട്രി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും മാസങ്ങൾ കൊണ്ട് ഇത് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻട്രിക്ക് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു വിസ്കി മെച്യൂരിറ്റി ലഭിക്കുന്നതിന് പ്രധാന കാരണമായിട്ട് പറയാനുള്ളത്. വിസ്കിയുടെ രുചിയുടെ കാര്യത്തിലും ഈ ബാഷ്പീകരിച്ചു പോകുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏഞ്ചൽ ഷെയർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വ്യത്യാസത്തിനുമെല്ലാം ഈ ഒരു പ്രോസസ്സ് പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്കോട്ടിഷ് വിസ്കിയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് 2 റോ ബാർലി ആണെന്നുണ്ടെങ്കിൽ ഇൻട്രി പോലെയുള്ള ഇന്ത്യൻ സിംഗിൾ മാൾട്ടുകളിൽ ഉപയോഗിക്കുന്നത് 6 റോ ബാർലി ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ 2 റോ ബാർലി എന്ന് പറയുന്നത് അതിനകത്ത് അന്നജത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഒരു ബാർലി ധാന്യം ഉപയോഗിച്ച് കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രവുമല്ല ഇതിനൊരു സ്വീറ്റ് ടേസ്റ്റൊക്കെയാണ് ഉണ്ടാവുക. ഇനി 6 റോ ബാർലിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ അന്നജത്തിൻ്റെ അളവ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റേതിൽ നിന്ന് ലഭിക്കുന്നതിനെക്കാട്ടിൽ കുറഞ്ഞ അളവിലുള്ള മദ്യമേ ലഭിക്കൂ. എങ്കിലും 6 റോ ബാർലിയിൽ ഉയർന്ന പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കാരണം വിസ്കിക്ക് ബോൾഡ്, സ്പൈസി, സേവറി ടേസ്റ്റുകളൊക്കെ സാധാരണ ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വൈവിധ്യതയുള്ള ടേസ്റ്റ് ഡിഫറൻസിയേഷനുകൾ
ഇതിനുണ്ട്. അപ്പോൾ അത് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും വിദേശ ബ്രാൻഡുകൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ ഇൻട്രി എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ മേൽക്കൈയായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത്, ഈ വെസ്റ്റേൺ ബ്രാൻഡുകൾ ഒരൊറ്റ ടൈപ്പ് ബാരലാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ എൻട്രി ഈ വിസ്കിയുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് അതിലെ 3 വുഡ് അല്ലെങ്കിൽ ട്രിനി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. വിസ്കി നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഓക്ക് ബാരലിന് പകരം ഇവിടെ 3 വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ കൊണ്ടുള്ള ബാരലുകളിലാണ് ഇതിൻ്റെ മെച്യൂരിറ്റി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രിനി എന്ന പേര് തന്നെ ഇതിന് വന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് എക്സ് ബേർബൺ കാസ്ക് ആണ്. ഇൻട്രിയുടെ അടിത്തറയായി വർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. അമേരിക്കൻ ഓക്കുകളിലൊക്കെ നിർമ്മിച്ചെടുത്തതും മുമ്പ് ബേർബൺ വിസ്കിയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സ്പെഷ്യൽ ബാരലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് വിസ്കിക്ക് വാനില, തേൻ, കറുവപ്പട്ട അതേപോലെയുള്ള സ്പൈസസ് ഒക്കെയാണ് നൽകുന്നത്. ഇത് വിസ്കിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കൊടുക്കും. ഇനി രണ്ടാമത്തേത് ഫ്രഞ്ച് റെഡ് വൈൻ കാസ്ക് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫ്രാൻസിലൊക്കെ ചില പ്രമുഖ വൈൻ ഉൽപ്പാദകരുണ്ട്. അവർ ഈ റെഡ് വൈൻ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പെഷ്യൽ ബാരലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ബാരലുകൾ വിസ്കിക്ക് റെഡ് ഫ്രൂട്ട്, സ്ട്രോബെറി, ചെറി തുടങ്ങിയ രുചികളൊക്കെ നൽകാറുണ്ട്. കൂട്ടത്തിൽ മൂന്നാമത്തേത് പെഡ്രോ സെമിനസ് ഷെറി കാസ്ക് ആണ്. സ്പെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ മധുരമുള്ള ഷെറി വൈനായ പെഡ്രോ സിമിനസ് ഷെറി. അപ്പോൾ ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാരലുകളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ബാരലാണ് ഇൻട്രിക്ക് വളരെ കടുത്തതായിട്ടുള്ള നിറം നൽകുന്നത്. ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ബ്ലാക്ക് ചോക്ലേറ്റ്, മൊളാസസ് അങ്ങനെ പലതരത്തിലുള്ള രുചികൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രാധാന്യം ഓരോ ബാരൽ വിസ്കിക്കും ഓരോ പ്രത്യേക രുചികളാണ് നൽകുന്നത് എന്നുള്ളതാണ്. സാധാരണ വിസ്കികൾക്കൊരു ടേസ്റ്റ് ലിമിറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ ഫ്രൂട്ട്, സ്പൈസി, സ്വീറ്റ്, ഡാർക്ക് അങ്ങനെ 4 വ്യത്യസ്ത രുചികൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സങ്കീർണതയാണ് വിസ്കി ആസ്വാദകരെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഓരോ കാസ്കിൽ നിന്നും എടുക്കുന്ന വിസ്കികൾ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അനുപാതത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലോ ഒന്നും ആയിരിക്കത്തില്ല അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസ്റ്റിലറി മാസ്റ്റർ ബ്ലെൻഡർ 3 ബാരലുകളിൽ നിന്നുള്ള സ്പിരിറ്റുകൾ വളരെ കൃത്യമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചെടുത്ത് ഇൻട്രിയുടെ തനതായതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള രുചി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വുഡ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യക്ക് ഇന്ത്യൻ സിംഗിൾ മാൾട്ട് എന്ന ലേബലിനപ്പുറം ആഗോളതലത്തിൽ തന്നെ മികച്ച വിസ്കി എന്നുള്ളൊരു പൊസിഷൻ നേടിക്കൊടുത്തത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻട്രി വിസ്കിയുടെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അതിൻ്റെ ചുരുങ്ങിയ കാലയളവിലുള്ള അന്താരാഷ്ട്ര അംഗീകാരങ്ങളെ പറ്റിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച വിസ്കി എന്ന നിലയിൽ 2023 ലഭിച്ച വേൾഡ് വിസ്കിസ് അവാർഡാണ് എന്ന് പ്രത്യേകം പറയണം. ഇൻട്രി ദീപാവലി കളക്ടേഴ്സ് എഡിഷൻ 2023 വിസ്കീസ് ഓഫ് ദ വേൾഡ് അവാർഡ് 2023 മത്സരത്തിൽ ഗോൾഡ് ബെസ്റ്റ് ഇൻ ഷോ പുരസ്കാരം നേടുകയുണ്ടായി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിസ്കി ടേസ്റ്റിംഗ് മത്സരങ്ങളിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വിജയത്തോടെ സ്കോച്ച്, ബേർബൺ തുടങ്ങിയ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച വിസ്കി എന്ന അംഗീകാരം ഇൻട്രി കരസ്ഥമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ന്യൂയോർക്ക് ഇന്റർനാഷണൽ സ്പിരിറ്റ്സ് കോമ്പറ്റീഷൻ ഗോൾഡ് മെഡൽ നേടുകയുണ്ടായി. വേൾഡ് വിസ്കീസ് അവാർഡിൽ മികച്ച ഇന്ത്യൻ സിംഗിൾ മാൾട്ട് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിപണിയിലെത്തി വെറും 2 വർഷത്തിനുള്ളിൽ തന്നെ 1,00,000-ലധികം കേസുകളുടെ വിൽപ്പന കൈവരിച്ച ഒരു ബ്രാൻഡാണ് ഇൻട്രി. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സിംഗിൾ മാൾട്ട് വിസ്കി ബ്രാൻഡ് എന്ന നേട്ടമാണ് ഇതിലൂടെ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നുകൂടി പറയാം. ഈ സ്കോട്ട്ലൻഡ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വളരെ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകൾ പോലും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടില്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. 2024 ഈ ബ്രാൻഡ് ഇന്ത്യൻ വിപണിയുടെ ഏകദേശം 30% വിഹിതം വരെ സ്വന്തമാക്കി എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. 2022 ഇന്ത്യയിൽ പുറത്തിറങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ ഇൻട്രി US, UK, ഓസ്ട്രേലിയ പോലെയുള്ള അന്താരാഷ്ട്ര വിപണികളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും.
പുരസ്കാര നേട്ടങ്ങൾക്ക് ഇൻട്രിക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത്. 2024ഓടെ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അതിൻ്റെ വിതരണം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2024 ആഗോളതലത്തിൽ 1,70,000 കേസ്, അതായത് 2.04 മില്യൺ ബോട്ടിലുകൾ വിറ്റഴിച്ചുകൊണ്ട് ഇന്ത്യൻ സിംഗിൾ മാൾട്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനത്തെത്തി എന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഇന്ത്യൻ വിസ്കി എന്നത് സാധാരണയായിട്ട് മിക്സഡ് വിസ്കികളാണ് എന്നൊരു പൊതുവായൊരു ധാരണ ലോകത്തൊക്കെ പൊതുവെ ഉണ്ടായിരുന്നു. ഇൻട്രി ഈ ഒരു ധാരണ തിരുത്തുകയാണ് ചെയ്തത്. ഇന്ത്യക്ക് വളരെ മികച്ച ഒരു സിംഗിൾ മാൾട്ട് വിസ്കി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നത് ലോകത്തോട് ഉറക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഇൻട്രി സിംഗിൾ മാൾട്ട് വിസ്കിയുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത് കേവലം ഒരു പാനീയത്തിൻ്റെ കഥയോ അതിൻ്റെ ഒരു പിറവിയോ അല്ല. ഇന്ത്യൻ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള വിജയഗാഥ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട സ്വപ്നവും അതേപോലെ ഹരിയാനയിലെ ഇൻട്രി എന്ന മണ്ണിൽ പിറന്ന വിശ്വാസവുമാണ് ഈ വിസ്കിയുടെ ശക്തി എന്ന് മനസ്സിലാക്കാം. 2021 ട്രിനി എന്ന ട്രിപ്പിൾ വുഡ് വിസ്കിയായി പുറത്തിറങ്ങിയപ്പോൾ വിസ്കിയുടെ ലോക ഭൂപടത്തിൽ തന്നെ ഇന്ത്യക്ക് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ടാക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് വെറും 2 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വിസ്കി എന്ന കിരീടമാണ് ഇൻട്രി ഇപ്പോൾ ചൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം യൂറോപ്യൻ വിസ്കികൾ മാത്രം അടക്കി വാണിരുന്ന ഒരു രംഗത്ത് ഇന്ത്യൻ ബാർലിക്കും അതേപോലെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്കും ഒരു ഇടം നേടിക്കൊടുത്തു എന്ന് അഭിമാനത്തോടെ പറയാം. ഇൻട്രി എന്ന് പറയുന്നത് കേവലം ഒരു സിംഗിൾ മാൾട്ട് മാത്രമല്ല, അത് സങ്കീർണതയും സമ്പന്നതയും ഇന്ത്യയുടെ അന്തസ്സും ഒത്തുചേർന്ന ഒരു അനുഭവം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ തുള്ളിയിലും നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ വിളഞ്ഞ ബാർലിയുടെ കഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇൻട്രി സിംഗിൾ മാൾട്ടിനെ പറ്റി കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഓർക്കുക, നിങ്ങൾ ആ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഒരു സാധാരണ വിസ്കിയല്ല, മറിച്ച് ഇന്ത്യൻ കരകൗശലത്തിൻ്റെ ഏറ്റവും മികച്ച രൂപത്തെയാണ്. അത് ലോകം അംഗീകരിച്ച അഭിമാന നിമിഷത്തെയാണ്. If you like this content, hit that subscribe button right now. Ring the notification bell and ensure you are the first to catch my next boom. Until then, this is Liju signing off.